अस्सलामु अलैकुम रहमतुल्लाह। أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. गुज़श्ता खुतबे में मैंने കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ സൂറത്തുൽ ഫാത്തിഹയിലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിനെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തഫ്സീറിന്റെ വെളിച്ചത്തിൽ വിശദീകരിച്ചിരുന്നു. കാലഘട്ടത്തിന്റെ ഇമാമിനെ വിശ്വസിക്കുവാനുള്ള സൗഭാഗ്യം നൽകി എന്നത് അള്ളാഹു നമ്മോട് ചെയ്തിരിക്കുന്ന വലിയ ഒരു ഔദാര്യമാണ്. ആ മഹാത്മാവ് നമുക്ക് വിശുദ്ധ ഖുർആന്റെ അർത്ഥവും ജ്ഞാനവും പകർന്നു തന്നു. ആ ഖുത്ബക്ക് ശേഷം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിന്റെ ഇർഫാൻ ഞങ്ങൾക്ക് ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പല കത്തുകളും എനിക്ക് ലഭിക്കുകയുണ്ടായി. നമസ്കാരത്തിൽ ഈ ദുആ ഓർത്തുകൊണ്ട് അനുഷ്ഠിക്കുന്നതിലൂടെ അനുഭവപ്പെട്ട ആനന്ദം ഒന്ന് വേറെ തന്നെയാണെന്നും അവർ എഴുതുന്നു. അറബി ഭാഷ സംസാരിക്കുന്ന ചില അറബികളും ഇപ്രകാരം എഴുതുന്നു: ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥമായ കറാമാത്തു സാദിഖീൻ എന്നത് ഞങ്ങൾ നേരത്തെ വായിച്ചിട്ടുള്ളതായിരുന്നു. എന്നാൽ ഈ ഖുത്ബ കേട്ടപ്പോൾ ലഭിച്ച ആത്മജ്ഞാനം വെച്ച് നോക്കുമ്പോൾ ഇത് നേരത്തെ വായിക്കാത്തതുപോലെ അനുഭവപ്പെടുകയുണ്ടായി. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വചനങ്ങൾ ആവർത്തിച്ച് മനനം ചെയ്യേണ്ടതാണ്. അത് തുടരെ തുടരെ മുമ്പിൽ വരുമ്പോൾ പുതിയ കവാടങ്ങൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടും. പുതിയ പുതിയ രഹസ്യങ്ങൾ അറിയാൻ തുടങ്ങും. റമദാനിൽ പൊതുവിൽ ദുആയിലേക്ക് ശ്രദ്ധ പോകുന്നു. അതുകൊണ്ട് ദുആയുടെ വിഷയം ഹൃദയത്തിൽ തറക്കുന്നു. ദുആയുടെ വിഷയവും ആ മഹാത്മാവിന്റെ വ്യാഖ്യാനവും ഇന്നും തുടരുന്നതാണ്. കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ഉദ്ധരണി കേൾപ്പിച്ചിരുന്നു. അതിന്റെ ചുരുക്കം ഞാൻ വിവരിക്കാം. ഇയ്യാക നഅ്ബുദു എന്നതിൽ അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസരായി തീരാനാണ് നമ്മോട് പറയുന്നത്. ഇയ്യാക നസ്തഈൻ എന്നതിൽ ഉബൂദിയത്തിനായി ശക്തിയും സ്ഥിരചിത്തതയും ഇസ്തിഖാമത്തും ലഭിക്കാൻ ദുആ ചെയ്യാൻ പ്രേരണ നൽകുന്നു. ശക്തിയും സ്ഥിരചിത്തതയും
അള്ളാഹുവിൽ നിന്നാണ് ലഭിക്കേണ്ടത്. बात कदमी ना हो ശക്തിയും സ്ഥിരചിത്തതയും ഇല്ലെങ്കിൽ अदा नहीं हो सकती। ഉബൂദിയത്ത് അതർഹിക്കുന്ന വിധം ചെയ്യാൻ സാധ്യമല്ല. इबादत करने की कोशिश भी अगर ഇബാദത്ത് ചെയ്യാനുള്ള പ്രയത്നം ഉണ്ടെങ്കിലും और अल्लाह ताला की അള്ളാഹുവിന്റെ സഹായം मदद शामिल हाल नहीं होगी अगर इसके കൂടെയില്ലെങ്കിൽ तो चंद दिन की इबादत के बाद അല്പം ദിവസം ഇബാദത്ത് ചെയ്തതിനു ശേഷം कायदगी അസ്ഥിരതയും और മടുപ്പും चाट होने का താല്പര്യക്കുറവും പ്രകടമായി തുടങ്ങും. कई लोग लिखते हैं പലരും ഇപ്രകാരം എഴുതാറുണ്ട്. कि रमजान के माहौल की वजह से റമദാന്റെ പ്രത്യേക സാഹചര്യത്തിൽ ഇബാദത്തിൽ പ്രത്യേക താല്പര്യമുണ്ടായി, പ്രത്യേകമായ ഒരു അന്തരീക്ഷം സംജാതമായിരുന്നു. ആ ഒഴുക്കിനനുസരിച്ച് ഞങ്ങളും ഒഴുകിക്കൊണ്ടിരുന്നു. എന്നാൽ റമദാൻ തീർന്നപ്പോൾ हो गई। വണ്ടി തിരുനക്കര തന്നെ. നമസ്കാരത്തിൽ नमाजें हैं लेकिन उनमें वो लज्जत और ज़ौक़ ആനന്ദവും താല്പര്യവും ഇല്ലാതെയായി. इस माहौल में ഈ അന്തരീക്ഷത്തിൽ जो है ദുആയിലേക്ക് ശ്രദ്ധ തിരിയുന്നത് കൊണ്ട് അല്ലാഹു തആല ആരാധനയിൽ ആനന്ദവും താല്പര്യവും അഭിരുചിയും ശക്തിയും സ്ഥിരചിത്തതയും ലഭിക്കാൻ വേണ്ടി പഠിപ്പിച്ച ദുആയും നാം ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ ഉബൂദിയത്ത് അതർഹിക്കും വിധം നമുക്ക് പ്രകടമാക്കാൻ സാധിക്കുകയുള്ളൂ. എപ്പോഴും യഥാർത്ഥ അർത്ഥത്തിൽ ഉബൂദിയത്ത് പ്രകടമായിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയുള്ളൂ. സ്ഥിരചിത്തത ഇല്ലെങ്കിൽ ഉബൂദിയത്ത് നിർവഹിക്കാൻ കഴിയില്ല. പറയുന്നു, तरफ तवज्जो और सवात कदमी की അബ്ദായി തീരുന്നതിലേക്കുള്ള ശ്രദ്ധ ഉണ്ടാവുകയും സ്ഥിരചിത്തത കൈവരിക്കുന്നതിനായി പരിശ്രമിക്കുകയും ചെയ്താൽ इस बारे में वो इक़्तिबास में പിന്നീട് ഒരു വിശ്വാസിയിൽ ഉണ്ടായിത്തീരേണ്ട മറ്റു ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്ന് ആ മഹാത്മാവ് പറയുന്നു. कि वो आम चीज़ ये है कि एक ആ കാര്യങ്ങൾ ഇവയാണ്. ये भी पता ഏതെല്ലാം രീതിയിലുള്ള കഴിവുകളാണ് അതിനായി തനിക്ക് വേണ്ടതെന്നും की कुव्वत हो അവയെല്ലാം എങ്ങനെ കരസ്ഥമാക്കാൻ സാധിക്കുമെന്നും ഒരു വിശ്വാസി അറിഞ്ഞിരിക്കേണ്ടതാണ്. सवात कदम किस पर हो और इसका मयार क्या हो। ആർക്കാണ് സ്ഥിരചിത്തത ലഭിക്കുക, अगर അതിന്റെ സ്ഥാനമാനങ്ങൾ എന്തെല്ലാം ആയിരിക്കണം, हिदायत के रास्ते ഇതിനെക്കുറിച്ച് അറിവില്ലെങ്കിൽ അബ്ദായി തീരാൻ വേണ്ടി ഹിദായത്തിന്റെ മാർഗങ്ങളെക്കുറിച്ച് മാർഗരേഖയില്ലെങ്കിൽ മനുഷ്യൻ അന്ധകാരത്തിൽ തപ്പിത്തടയുന്നതാണ്. कि वो किस किस्म की ഏതു രീതിയിലുള്ള ഉബൂദിയത്തിനെയാണ് क्या चीज़ है, कौन सी बातें हैं उसने करनी है, ഞാൻ അന്വേഷിക്കുന്നത് എന്നും അവൻ അറിയില്ല. किसने तलाश करनी है। ഏതെല്ലാം കാര്യങ്ങളാണ് എനിക്ക് ചെയ്യാനുള്ളതെന്നും ഏതെല്ലാമാണ് इसलिए ये ज़रूरी है അവനോട് തേടേണ്ടതെന്നും इल्म ഏതെല്ലാം വഴികളാണ് അന്വേഷിക്കേണ്ടതെന്നും അവൻ അറിയുകയില്ല. ആ മഹാത്മാവ് പറയുന്നു, അറിവിനും നേർമാർഗം കരസ്ഥമാക്കുന്നതിന് വേണ്ടി ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന ദുആ ചെയ്യേണ്ടതാണ്. की बात അതുകൊണ്ടാണ് അല്ലാഹു തആല നമുക്ക് ഈ ദുആ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അല്ലാഹു തആല മനുഷ്യന്റെ ഇബാദത്തിലും അവന്റെ പ്രയത്നത്തിലും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ഒരു യഥാർത്ഥ ആബിദിനും हिदायत के ദൈവമാർഗം അന്വേഷിക്കുന്ന പഥികനും रास्ते तौफीक देता चला। എപ്പോഴും ഹിദായത്തിന്റെ മാർഗത്തിൽ നിലനിർത്തുന്നതിന് തൗഫീക്ക് നൽകുന്നതാണ്. कदम और कुव्वत के हुसूल ചുരുക്കത്തിൽ ഈദിന സിറാത്തുൽ മുസ്തഖീം എന്ന ദുആ സ്ഥിരചിത്തത കൈവരിക്കാനുള്ള ശക്തിയും അറിവും से अबूदियत का हक കരഗതമാകുന്നതിനാണ്. जरूरी है। ഇത് സ്ഥിരതയോടുകൂടി ഉബൂദിയത്തിന്റെ കടമ നിറവേറ്റാൻ അനുപേക്ഷണീയമാണ്. आप अलैहिस्सलाम के ഇതിന്റെ ഉന്നത സ്ഥാനം കരസ്ഥമാക്കുന്നതിന് के मुताबिक ഇത് നിർബന്ധമാണ്. दुआओं का ആ മഹാത്മാവിന്റെ खुलासा ये बनेगा അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ इंतहाई ഈ 3 ദുആകളുടെയും ചുരുക്കം कोशिश ഇതാണ്: और हिदायत को समझने പൂർണ്ണ ആത്മാർത്ഥതയോടും പൂർണ്ണ പരിശ്രമത്തോടും കൂടി ഹിദായത്ത് മനസ്സിലാക്കാനുള്ള പൂർണ്ണ കഴിവ് കരസ്ഥമാക്കാത്തിടത്തോളം കാലം ഒരു യഥാർത്ഥ വിശ്വാസിക്ക്, और ये യഥാർത്ഥ ആബിദായി തീരുന്നവന് नजात വെറുതെ ഇരിക്കാൻ പാടില്ല. या हमने ഞങ്ങൾ अपने मकसद को മോക്ഷം പ്രാപിച്ചു കഴിഞ്ഞു എന്ന് കരുതുകയോ ഞങ്ങളുടെ ലക്ഷ്യം കരസ്ഥമാക്കി എന്ന് വിചാരിക്കുകയോ ചെയ്യരുത്. അതുമല്ലെങ്കിൽ അള്ളാഹുവിന്റെ സ്നേഹത്തിലേക്കുള്ള പ്രയാണത്തിൽ ഉന്നത നിലവാരം ഞങ്ങൾ കരസ്ഥമാക്കിയിരിക്കുന്നു എന്നും ധരിക്കരുത്. वो मयार जो एक मोमिन का मतमई नजर होने चाहिए। बस जब ये सोच ഒരു വിശ്വാസിയുടെ യഥാർത്ഥ ലക്ഷ്യമായിരിക്കണം ആ സ്ഥാനം. हो कि हमने आराम ഈ से बैठना जब तक ये
മാർഗത്തിലൂടെ ചരിക്കാതെ ഞങ്ങൾ വിശ്രമിക്കില്ലെന്ന് तो फिर വിശ്വാസികൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ मस्जिदों में दिल लगते हैं, അങ്ങനെയുള്ള വിശ്വാസികളാണ് മുന്നോട്ട് കുതിക്കുന്നത്. इबादत की फिक्र होती है, പിന്നീടാണ് പള്ളികളിൽ താല്പര്യമുണ്ടാവുക, നമസ്കാര സംരക്ഷണത്തിന് താല്പര്യമുണ്ടായിത്തീരുക. फिर रमजान के റമദാനിലെ നോമ്പ് അതർഹിക്കും വിധം എടുത്തു വീട്ടാൻ ശ്രമിക്കുക. बाद में ज़ौक़ की റമദാനിന് ശേഷവും एक शौक की और एक ഇബാദത്തിൽ जो में ഒരു പ്രത്യേക താല്പര്യവും ആവേശവും ഉണ്ടാകുന്നതാണ്. हासिल करने की कोशिश रहती है. ഞാൻ വായിച്ച ലിഖിതത്തിൽ പറഞ്ഞതുപോലെ ഹൃദയത്തിൽ ഒരു ഉള്ളുരുക്കം ഇബാദത്തുകളിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. तो कुछ हद तक हो गई थी, കഴിഞ്ഞ ഖുത്ബയിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിന് बयान फरमा ഏകദേശം വിശദീകരണം ഞാൻ നൽകിയിരുന്നു. सामने रखे थे. ഇതിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വിവരിച്ചത് നിങ്ങളുടെ മുമ്പിൽ വച്ചിരുന്നു. ഇന്ന് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തഫ്സീറിന്റെ അടിസ്ഥാനത്തിൽ गहरे ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നതിന്റെ വ്യാഖ്യാനവും इसकी रूह क्या है, അതിൽ ഗുപ്തമായിരിക്കുന്ന അർത്ഥവും അതിന്റെ കഴമ്പും നിങ്ങളുടെ മുമ്പാകെ വിവരിക്കുന്നതാണ്. मुस्तकीम ഇതിൽ നിന്നും ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നത് और हमारे എന്തുമാത്രം വ്യാപ്തി ഉൾക്കൊള്ളുന്ന ദുആയാണെന്ന് മനസ്സിലാകുന്നതാണ്. इहाता किया हुआ है. നമ്മുടെ ഓരോ പ്രശ്നവും തന്നെ ഈ ഒരു ദുആ വലയം ചെയ്തിരിക്കുന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. लगता है ആദ്യമായി ഞാൻ കേൾപ്പിക്കുന്ന ഉദ്ധരണിയിൽ നിന്നും ഹിദായത്തെ കരസ്ഥമാക്കാൻ वो कौन लोग हैं जिन्हें हिदायत അർഹരായവർ ആരെല്ലാമാണെന്നും ഹിദായത്ത് കരസ്ഥമാക്കാനുള്ള ശരിയായ മാർഗം അറിയുന്നവർ ആർക്കെല്ലാമാണെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അവർ ആ മാർഗത്തിലൂടെ ചരിക്കാൻ പ്രയത്നിക്കുന്നു. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, तो सादिकीन ഇത് കറാമാത്തു സാദിഖിൻ എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. जिसका तर्जुमा पढ़ता हूँ आपने, അതിന്റെ തർജ്ജമ ഞാൻ കേൾപ്പിക്കാം. यानी सूरह फातिहा में ഈ സൂറത്തിൽ, अल्लाह ताला അതായത് സൂറ ഫാത്തിഹയിൽ को तालीम देता है, അള്ളാഹു തആല वो फरमाता है, ए തന്റെ മുസ്ലിങ്ങളായ ദാസന്മാർക്ക് नसारा को देख लिया है, ഒരു പാഠം നൽകുകയാണ്. से अमाल करने से तुम അതായത് अमाल करने से इज्तिनाब करो, അവൻ ഇപ്രകാരം പറയുന്നു, എന്റെ ദാസരെ, क़यामत की रस्सी को നിങ്ങൾ യഹൂദികളെയും ക്രിസ്ത്യാനികളെയും കണ്ടിട്ടില്ലേ? यहूद की मानंद അവർ ചെയ്തതുപോലുള്ള പ്രവർത്തികളിൽ നിന്നും നിങ്ങൾ വിട്ടുനിൽക്കുക. तुम पर नाज़िल होगा. ദിവായുടെയും സ്ഥിരചിത്തതയുടെയും പാശത്തെ മുറുകെ പിടിക്കുക. യഹൂദികളെ പോലെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ മറന്നു കളയരുത്, അതല്ലെങ്കിൽ അവന്റെ കോപം നിങ്ങളിൽ ഇറങ്ങുന്നതാണ്. और हदायत के तलब സ്വച്ഛമായ അറിവും പ്രാർത്ഥനയും നിങ്ങൾ കൈവിടരുത്. ക്രിസ്ത്യാനികളെ പോലെ ഹിദായത്തിനുള്ള തേട്ടത്തിൽ അലസരാകരുത്, कदमी अल्लाह ताला की बात അല്ലെങ്കിൽ നിങ്ങൾ വഴികേടിലായി പോകുന്നതാണ്. और गिरियाजारी में അതേപോലെ ഹിദായത്ത് തേടുന്നതിലേക്ക് പ്രേരണ നൽകുകയും ചെയ്തു. हदायत पर साबित करनी, ഇതും പറഞ്ഞുകൊണ്ട്, അതായത് ഹിദായത്തിൽ गिरियाजारी नहीं करोगे. അടിയുറച്ച് നിൽക്കണമെങ്കിൽ फरमाया ദൈവ സവിധത്തിൽ ദുആയും യാചനയും സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കാതെ സാധ്യമല്ല. चीज है जो खुदा ताला की ദുആയും യാചനയും ഇല്ലാതെ ഹിദായത്തിൽ സ്ഥിരചിത്തത കൈവരിക്കാൻ കഴിയില്ല. खुदा ताला ഇവിടെ നൽകുന്ന മറ്റൊരു സൂചന ഹിദായത്ത് എന്നത് അള്ളാഹുവിന്റെ പക്കൽ നിന്നും ലഭിക്കുന്നതാണ് എന്നാണ്. किस हदायत नहीं पा അള്ളാഹു ദാസനെ സ്വയം വഴികാട്ടാത്തിടത്തോളം, हदायत അവന് ഹിദായത്ത് ലഭിച്ച ആളുകളിൽ ഉൾപ്പെടുത്താത്തിടത്തോളം അവന് ഒരിക്കലും ഹിദായത്ത് കരസ്ഥമാവുകയില്ല. सकता है. ഹിദായത്തിന് ഒരു जिस शख्स ने दुआ പരിധിയും ഇല്ലെന്നതിലേക്കും ഈ ആയത്ത് സൂചന നൽകുന്നു. ദുആയാകുന്ന ഗോവണിയിലൂടെ മാത്രമേ മനുഷ്യന് അതുവരെ എത്താൻ സാധിക്കുകയുള്ളൂ. ദുആ ഉപേക്ഷിച്ച വ്യക്തി അവൻ തന്റെ ഗോവണി ഉപേക്ഷിച്ചിരിക്കുന്നു. ആരുടെ നാവാണോ എപ്പോഴും ദൈവസ്മരണയിലും ദുആയിലും ലീനമായിരിക്കുന്നത്, അതിൽ സ്ഥിരത കാണിക്കുകയും ചെയ്യുന്നത്, അവരാണ് ഹിദായത്ത് ലഭിക്കാൻ അർഹരായിട്ടുള്ളവർ. एक मोमिन के लिए हिदायत जो ഇതാണ് कि दुआ ഒരു വിശ്വാസിക്ക് और इस्तिकामत ഈ ആയത്തിലുള്ള നിർദ്ദേശങ്ങൾ. मजबूती से पकड़ो. അവൻ ഹിദായത്ത് അന്വേഷിക്കുന്നവനായിരിക്കണം. तलबे ദുആയുടെയും सुस्त ना हो वरना गुमराह हो जाओगे. സ്ഥിരതയുടെയും പാശത്തെ അവൻ ശക്തമായി മുറുകെ പിടിക്കണം. हदायत पर साबित അത് ഒരിക്കലും വിടരുത്. ഹിദായത്തിന്റെ അന്വേഷണത്തിൽ അലസനാകരുത്, അതല്ലെങ്കിൽ വഴികേടിലാകും. ഓർക്കുക, ഹിദായത്തിൽ അടിയുറച്ചു നിൽക്കുകയും मुमकिन नहीं. സ്ഥിരതയോടുകൂടി ദുആ ചെയ്യുകയും ചെയ്യുക എന്നത് ഇല്ലാതെ के रास्ते बंद ഇതൊന്നും നേടിയെടുക്കാൻ കഴിയില്ല. ദുആ ചെയ്യുന്നില്ലെങ്കിൽ ഹിദായത്തിന്റെ മാർഗവും हासिल नहीं कर അടയപ്പെടുന്നതാണ്.
കാരണം ഹിദായത്ത് തന്റെ കയ്യൂക്ക് കൊണ്ട് ദാസൻ കരസ്ഥമാക്കാൻ സാധ്യമല്ല. ये बात हमेशा सामने रखो। ഇത് ദൈവത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. മറ്റൊരു കാര്യം പറഞ്ഞത് ഹിദായത്തിന് ഒരു പരിധിയും ഇല്ല എന്ന കാര്യം ഓർക്കുക. നമുക്ക് കിട്ടേണ്ടത് കിട്ടി എന്ന് കരുതരുത്. ഒരു സ്ഥാനം കരസ്ഥമാക്കി ഞാൻ ഹിദായത്തിന്റെ എല്ലാ സ്ഥാനവും കരസ്ഥമാക്കി എന്ന് പറയാൻ പറ്റില്ല. बस जब इंतहा नहीं ഇതിന് दुआओं की सीढ़ी को പരിധിയില്ലാത്തത് കൊണ്ട് जरूरत है। ദുആയാകുന്ന ഗോവണി ആവശ്യമാണ്. कोई ये आम बात याद रख ഒരു വിശ്വാസി എപ്പോഴും कि सिर्फ वक्ती इबादत ഓർത്തിരിക്കേണ്ട ഒരു കാര്യം का बायस नहीं താൽക്കാലിക ഇബാദത്ത് हिदायत पाने ഹിദായത്തിന് കാരണമായി തീരുന്നതല്ല. जिनकी जुबान യഥാർത്ഥ ഹിദായത്ത് കരസ്ഥമാക്കുന്നവരുടെ ഗുണം എന്ന് പറഞ്ഞാൽ അവരുടെ നാവ് ദിക്റെ ഇലാഹിയിലും ദുആയിലും മുഴുകിയിരിക്കും. അതുകൊണ്ട് റംലാൻ കാരണം ദിക്റെ ഇലാഹിയിലേക്ക് ദുആയിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിഞ്ഞിരിക്കുകയാണ്. इसे ഇതിനെ സ്ഥിരമായി ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ നാം പരിശ്രമിക്കേണ്ടതാണ്. ताकि हिदायत के रास्तों पर എന്നാൽ മാത്രമേ ഹിദായത്തിന്റെ മാർഗത്തിൽ നാം എപ്പോഴും ചരിക്കുന്നവരായി തീരുകയുള്ളൂ. और इसकी आला मयार हासिल करने की ഇതിന്റെ ഉന്നത നിലവാരം കരസ്ഥമാക്കാൻ നാം പരിശ്രമിക്കുന്നതാണ്. हमें आप सिरात मुस्तकीम के माने समझाते हुए फरमाते हैं സിറാത്തെ മുസ്തഖീം എന്നതിന്റെ അർത്ഥം മനസ്സിലാക്കി തന്നുകൊണ്ട് പറയുന്നു, उस राह को कहते हैं സിറാത്ത് എന്ന പദം അറബി ഭാഷയിൽ ഉപയോഗിക്കുന്നത് നേരായ പാതക്കാണ്. वज़ा അതിലെ എല്ലാ और एक അംഗവും തന്നെ രുജുവായിട്ടുള്ളതായിരിക്കും. ഒന്നിനു ശേഷം ഒന്നായി दूसरा हो അണിയണിയായി നിൽക്കുന്നതാകും. അതിൽ ഒരു വിധത്തിലുള്ള വക്രതയും വളവും തിരിവും ഒന്നും ഉണ്ടാവുകയില്ല. വഴി തെറ്റിക്കുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. വ്യക്തവും നേരായതും ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് ചെന്നെത്തിക്കുന്നതുമായിരിക്കണം. ഒരു സ്ഥലത്തെത്തി जाने के पाए ഇടത്തേക്ക് പോകണോ അതോ വലത്തേക്ക് പോകണോ എന്ന ആശയക്കുഴപ്പത്തിൽ ഉൾപ്പെടാൻ ഇടവരരുത്. उसी रास्ते को അള്ളാഹുവിനെ പ്രാപിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മെ എത്തിക്കുന്നതായിരിക്കണം. ആ മാർഗത്തിനാണ് സിറാത്ത് എന്ന് പറയുന്നത്. जहाँ मुड़ना है वहाँ मुड़ने की എവിടെ തിരിയണം എന്ന് അത് നിർദ്ദേശിക്കുന്നതാണ്. फिर आप इस्लाम इदन सिरातुल मुस्तकीम के हकीकी माने बयान फरमाते हुए ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നതിന്റെ യഥാർത്ഥ അർത്ഥം വിവരിച്ചുകൊണ്ട് പറയുന്നു, के मानी भी फना करते हैं സൂഫി വര്യന്മാർ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നതിന് നൽകുന്ന അർത്ഥവും ഫന എന്നതാണ്. सब के सब अल्लाह ताला के लिए അതായത് ആത്മാവും ആവേശവും ഉദ്ദേശ ലക്ഷ്യങ്ങളും എല്ലാം അള്ളാഹുവിനായിത്തീരുക. फरमाया बाज इंसान जो अल्लाह ताला की തന്റെ ദേഹേച്ഛകളും ആഗ്രഹങ്ങളും പൂർണ്ണമായും ഇല്ലാതായിത്തീരുക. ചില മനുഷ്യർ അള്ളാഹുവിന്റെ ആഗ്രഹത്തെ തന്റെ ആഗ്രഹത്തിനേക്കാളും ആവേശത്തെക്കാളും മുൻഗണന നൽകാറില്ല. അവർ പൊതുവിൽ नमाज जो ഭൗതികമായ ആവേശത്തിലും अल्लाह को जो खुदा ताला ഭൗതിക ലക്ഷ്യപ്രാപ്തി കരസ്ഥമാക്കാതെയും ഈ ലോകത്ത് നിന്ന് വിട പറയുന്നു. നമസ്കാരം എന്നത് ദുആയാണ്. അതിൽ ദൈവത്തിന്റെ ഇസ്മെ ആളം ആയ അള്ളാഹു എന്ന നാമത്തെയാണ് മുന്തിച്ചിരിക്കുന്നത്. ഇതേപോലെ മനുഷ്യന്റെ ഇസ്മെ ആളം സ്ഥിരചിത്തതയാണ്. ഇസ്മെ ആളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യത്വത്തിന്റെ പൂർണ്ണത കരസ്ഥമാക്കുന്ന മാർഗം എന്നതാണ്. സ്ഥിരചിത്തതയോടുകൂടി उनकी तरफ कदम ദുആ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് പ്രയാണം ചെയ്യുകയാണെങ്കിൽ മാത്രമേ മനുഷ്യത്വത്തിന്റെ മഹത്വങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. तो अल्लाह ताला के अहकामात को भी सामने रखना होगा। ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന ദുആ മനുഷ്യൻ ചെയ്യുമ്പോൾ कौन से करने की बात അള്ളാഹുവിന്റെ കൽപ്പനകൾ മുമ്പിൽ ഉണ്ടായിരിക്കണം. कुरान करीम के हुक्मों पर नजर रखनी होगी। അനുവദനീയമായതും നിഷിദ്ധമായതും എല്ലാം പരിഗണനയിൽ ഉണ്ടായിരിക്കണം. വിശുദ്ധ ഖുർആന്റെ കൽപ്പനകൾ എന്തെല്ലാമാണെന്ന് ശ്രദ്ധയുണ്ടായിരിക്കണം. അള്ളാഹുവിന്റെ കടമ പാലനത്തിൽ ശ്രദ്ധിക്കുമ്പോൾ സൃഷ്ടികളുടെ കടമ പാലനത്തിലേക്ക് ശ്രദ്ധ ഉണ്ടായിരിക്കണം. കാരണം സൃഷ്ടികളോടുള്ള കടമകളും അള്ളാഹുവിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതായിരിക്കും. ഇത് ഉണ്ടായിത്തീരുമ്പോഴാണ് ഈദ് സിറാത്തുൽ മുസ്തഖീം എന്ന ദുആ ഹൃദയത്തിന്റെ ശബ്ദമായി തീരുന്നത്. कमाल हासिल करने की तरफ അപ്പോഴാണ് ഇസ്തിഖാമത്തിന്റെ സ്ഥാനം ലഭിക്കുക. മനുഷ്യത്വത്തിന്റെ ശ്രേഷ്ഠതകൾ കരസ്ഥമാക്കുന്നതിലേക്ക് ശ്രദ്ധയും പരിശ്രമവും അപ്പോൾ മാത്രമാണ് ഉണ്ടായിത്തീരുക. അപ്പോൾ മനുഷ്യൻ അള്ളാഹുവിന്റെ മടിത്തട്ടിൽ വന്ന്
ദുആ സ്വീകാര്യതയുടെ കാഴ്ചകൾ കാണുകയും ചെയ്യുന്നതാണ്. इंसान जब इस्तिकामत दिखाते हुए अल्लाह ताला के आगे झुकता चला जाता है, हदायत पर रहने की മനുഷ്യൻ ഇസ്തിഖാമത്ത് കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കുമ്പിട്ടുകൊണ്ടിരിക്കുമ്പോൾ, रहती है। ഹിദായത്തിൽ നിലനിൽക്കായി അള്ളാഹുവിനെ മാത്രം വിളിക്കുമ്പോൾ इस मजमून को आगे चलाते हुए മാത്രമേ സിറാത്തെ മുസ്തഖീം നിലനിൽക്കുകയുള്ളൂ. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, और ये खुदा की तरफ जावे, ദുആയുടെ മാർഗം എന്നത് രണ്ട് ഇസ്മെ ആലമും ഒന്നിക്കുകയും उसकी हवाओं അവ രണ്ടും അള്ളാഹുവിലേക്ക് തന്നെ പോവുകയും ചെയ്യുക എന്നതാണ്. അന്യരിലേക്ക് ഒരിക്കലും തിരിയാതിരിക്കുക ऊनी अस्तजिब लकुम का मजा आ जाता ആ വ്യക്തിയുടെ ആഗ്രഹാഭിലാഷങ്ങളുടെ ബിംബമായാലും ശരി. ഈ അവസ്ഥ കൈവരിച്ചു കഴിഞ്ഞാൽ ഉദ്ഊനി അസ്തജിബ് ലക്കും എന്നതിന്റെ ആനന്ദവും അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. है। होगी മനുഷ്യൻ फिर उस पर इस्तिकामत दिखा റബ്ബുനല്ല എന്ന് പറയുകയും जो दुआओं की तौफीक मिलती है वो അവൻ അതിൽ സ്ഥിരചിത്തത പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ദുആക്കുള്ള തൗഫീക്ക് ലഭിക്കുന്നത്. का मजा आता है। ഈ തൗഫീക്കാണ് आगे फरमान कि मुझे पुकार ഉദ്ഊനി അസ്തജിബ് ലക്കും बस എന്നതിന്റെ മാധുര്യം അവന് നൽകുന്നത്. शर्त है और अल्लाह എന്നെ നിങ്ങൾ വിളിക്കുക, ഞാൻ നിങ്ങളുടെ ദുആ കേൾക്കുന്നതാണ് എന്ന അള്ളാഹുവിന്റെ വചനം ആസ്വദിക്കാൻ സാധിക്കുക. ചുരുക്കത്തിൽ ഇസ്തിഖാമത്ത് സ്ഥിരചിത്തത നിർബന്ധമാണ്. അള്ളാഹുവിനെ എല്ലാ ശക്തിയുടെയും ഉടമസ്ഥനും അവനെ റബ്ബായും കരുതി അവന്റെ മുമ്പിൽ വണങ്ങേണ്ടത് നിർബന്ധമാണ്. ഈ ദുആ ഏതു സ്ഥാനം കരസ്ഥമാക്കിയ വ്യക്തിക്കും അനുപേക്ഷണീയമാണെന്ന് വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, की दुआ इंसान को हर कजी से निजात देती है ചുരുക്കത്തിൽ और उस ഈദിന സിറാത്തുൽ മുസ്തഖീം എന്ന പ്രാർത്ഥന മനുഷ്യന് സർവ്വവിധ വക്രതയിൽ നിന്നും മോചനം നൽകുന്നു. അവർക്ക് ചൊവ്വായ ദീനിനെ വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യുന്നു. അവരെ വിജനമായ പ്രദേശത്ത് നിന്ന് പുറത്തെടുത്ത് പഴങ്ങളും സുഗന്ധങ്ങളും നിറഞ്ഞ തോട്ടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഈ ദുആയിൽ ആരാണ് കൂടുതലായി വിലപിക്കുന്നത്, അള്ളാഹു അവരെ നന്മയിലും അനുഗ്രഹങ്ങളിലും മുന്നോട്ട് നയിക്കുന്നു. പ്രവാചകന്മാർ റഹ്മാനായ അള്ളാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കിയത് ദുആ മുഖേനയാണ്. തങ്ങളുടെ അവസാന ശ്വാസം വരെ ഒരു നിമിഷ നേരത്തേക്ക് പോലും അവർ ദുആ ഉപേക്ഷിച്ചിട്ടില്ല. ഈ ദുആയിൽ അശ്രദ്ധരായി തീരുക എന്നത് ആർക്കും ഭൂഷണമല്ല. ഈ ലക്ഷ്യത്തിൽ നിന്ന് മുഖം തിരിക്കാനും അവർക്കാർക്കും അവകാശമില്ല. അവർ നബിയായാലും റസൂൽമാരിൽപ്പെട്ടവരായാലും ശരി, സന്മാർഗത്തിന്റെയും ഹിദായത്തിന്റെയും പദവികൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. കാരണം അത് അനന്തമാണ്. ബുദ്ധിയുടെയും യുക്തിയുടെയും ദൃഷ്ടി അതുവരെ എത്തില്ല. അതുകൊണ്ടാണ് അള്ളാഹു തന്റെ ദാസന്മാർക്ക് ഈ ദുആ പഠിപ്പിച്ചത്, ഇതിനെ നമസ്കാരത്തിന്റെ അടിസ്ഥാനമാക്കുകയും ചെയ്തത്. ജനങ്ങൾ അള്ളാഹുവിന്റെ ഹിദായത്തിൽ നിന്നും ഫലമെടുക്കുന്നതിനും അത് മുഖേന തൗഹീദിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നതിനും അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളെ ഓർക്കുന്നതിനും മുശ്രിക്കുകളുടെ ശിർക്കിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും വേണ്ടി हर फर्ज ജനങ്ങളുടെ ഏത് പദവിയെയും ആവരണം ചെയ്തിരിക്കുന്നു എന്നതാണ് ഈ ദുആയുടെ ഒരു ശ്രേഷ്ഠത. ഇത് ഓരോ വ്യക്തിയെയും വരെയും ചെയ്തിരിക്കുന്നു. ഇത് അനന്തമായ ഒരു ദുആയാണ്. मुबारक हैं वो ഇതിന് ഒരു പരിധിയോ അറ്റമോ ഇല്ല. ഇതിന് ഒരു അതിരോ കരയോ ഇല്ല. അള്ളാഹുവിന്റെ ആരിഫീങ്ങളെ പോലെ ഈ ദുആയിൽ സ്ഥിരത കാണിക്കുന്നവർ അനുഗ്രഹീതരാണ്. രക്തം വാർന്നൊഴുകുന്ന മുറിവേറ്റ ഹൃദയങ്ങളാലും മുറിവുകളിൽ ക്ഷമകൊള്ളുന്ന ആത്മാക്കളോടും ശാന്തി പ്രാപിച്ച ആത്മാക്കളോടും കൂടി, इस दुआ पे അതായത് സ്ഥിരചിത്തതയോടും फरमाया ये വേദനയോടും കൂടി ഈ ദുആയിൽ അവർ सलामती നിലയുറപ്പിക്കുന്നു. പറയുന്നു, ഈ ദുആ എല്ലാ നന്മകളും സമാധാനവും സ്ഥിരതയും സ്ഥിരചിത്തതയും അടങ്ങിയിരിക്കുന്നതാണ്. ഈ ദുആയിൽ റബ്ബുൽ ആലമീനിൽ നിന്നും എത്രയോ സുവാർത്തകൾ അടങ്ങിയിരിക്കുന്നു. वसीम अलैहिस्सलाम ने ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം इखलास പറഞ്ഞതിന്റെ ये सब मरातब के लोगों के लिए जरूरी है। ചുരുക്കം ഇതാണ്, ഈ ദുആ എല്ലാ പദവിയിലുള്ളവർക്കും അനിവാര്യമാകുന്നത് എന്തുകൊണ്ട്? കാരണം ഇത് മനുഷ്യനെ इंसान എല്ലാവിധ വക്രതകളിൽ നിന്നും ഇത് രക്ഷപ്പെടുത്തുന്നു. के लिए शैतान बैठा हुआ है। മനുഷ്യന്റെ വഴിയിൽ അവനെ വഴിതെറ്റിക്കുന്നതിനായി ശൈത്താൻ പതുങ്ങിയിരിക്കുകയാണ്. ये दुआ फिर शैतान के हमलों से बचाती है। ഹൃദയത്തിൽ നിന്നും നിർഗളിക്കുന്ന ഈദിന സിറാത്തുൽ മുസ്തഖീം എന്ന ദുആയുണ്ടെങ്കിൽ ഇത് ശൈത്താന്റെ അക്രമത്തിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നു, വിശ്വാസത്തിൽ നിലനിർത്തുന്നു. ये दुआ ഇന്ന് ലോകർ മതത്തിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുകയാണ്. रास्ते पर कायम रख सकती है।
ഈ ദുആ जैसा कि पहले मैं बयान कर चुका हूँ कि मुस्तकिल ഒരു മനുഷ്യനെ നേരായ മാർഗത്തിൽ നയിക്കുന്നതിന് വളരെ പ്രയോജനകരമായതാണ്. बल्कि अगर ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥിരചിത്തതയോടുകൂടി അള്ളാഹുവിന്റെ സഹായം മനുഷ്യൻ അർത്ഥിച്ചുകൊണ്ടിരിക്കണം. നിസ്വാർത്ഥമായി ആരു തന്നെയായാലും, അവർ ഏത് മതവിശ്വാസിയാണെങ്കിലും അള്ളാഹുവിനോട് നേർമാർഗം ചോദിക്കുകയാണെങ്കിൽ അവരെ बल्कि लामज़हबों की भी ശരിയായ മതത്തിലേക്ക് അള്ളാഹു വഴികാട്ടുന്നതാണ്. के जरिए बन जाती है। മതമില്ലാത്തവർക്കും അള്ളാഹു വഴികാട്ടുന്നതാണ്. नीयत नेक हो। അവർക്കും ഹിദായത്തിനുള്ള മാർഗമായി തീരുന്നതാണ്. आपने फरमाया നിയത്ത് ശുദ്ധമായിരിക്കണമെന്ന് മാത്രം खुदाए പറയുന്നു. इस दुआ के जरिए से हासिल की है। പ്രവാചകന്മാർ मर्तबे का റഹ്മാനായ അള്ളാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കിയത് ദുആ മുഖേനയാണ്. അതുകൊണ്ട് ഏത് പദവിയിൽ വിരാജിക്കുന്ന വ്യക്തിയായാലും അവർ എത്ര കണ്ട് വിലപിച്ചുകൊണ്ട് ഈ ദുആ ചെയ്യുന്നുവോ അള്ളാഹു അവരെ നന്മയിലും അനുഗ്രഹത്തിലും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഒരു വിശ്വാസിയാണെന്ന് വാദിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഈ ദുആയിൽ നിന്നും വിട്ടുനിൽക്കാൻ കഴിയുകയില്ല. പ്രവാചകന്മാർക്കും റസൂൽമാർക്കും ഈ ദുആ അത്യാവശ്യമാണ്. കാരണം നേർമാർഗത്തിന്റെയും ഹിദായത്തിന്റെയും പദവികൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. जिसका अल्लाह ताला से അള്ളാഹുമായി उसका रुश्द हिदायत, ബന്ധമുള്ള ഓരോ വ്യക്തിക്കും और क्योंकि अल्लाह ताला के इनामात അവരുടേതായ ഹിദായത്തിന്റെ ഒരു പദവിയുണ്ട്. इसलिए हिदायत के अगले मरहलों അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് അതിരുകളില്ലാത്തതുപോലെ ഹിദായത്തിന്റെ അടുത്ത പദവികൾ അന്വേഷിക്കേണ്ടതും ഒരു മുഅ്മിന് നിർബന്ധമാണ്. और उसकी तलाश ഒരു സ്ഥലത്തെത്തിയാൽ അടുത്ത പദവി അന്വേഷിക്കുകയാണ് വേണ്ടത്. सिरातुल मुस्तकीम। അത് അന്വേഷിക്കാനാണ് അള്ളാഹു നമുക്ക് ഈ ദുആ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. നിങ്ങൾ ഈദിന സിറാത്തുൽ മുസ്തഖീം എന്ന് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. പറയുന്നു തൗഹീദും को पाने के लिए ഈ ദുആ മുഖേനയാണ് के रास्तों पर चल പൂർണ്ണതയിൽ എത്തുന്നത്. अल्लाह ताला അള്ളാഹുവിനെ പ്രാപിക്കാൻ, उसी से मदद मांगी, അവൻ പറഞ്ഞ ഹിദായത്തിന്റെ മാർഗത്തിൽ ചരിക്കാൻ हिदायत याफ्तों में रख सकता है। അവന്റെ അടുത്തേക്ക് തന്നെയാണ് പോകേണ്ടത്. അവനോട് തന്നെയാണ് സഹായം തേടേണ്ടത്. ഹിദായത്ത് ലഭിച്ചവരിൽ ഉൾപ്പെടുത്തുന്നവൻ അവനാണ്, മറ്റാരുമല്ല. उस शख्स के लिए जरूरी है ഈ ദുആ कि बताई हुई हिदायत को ഏത് പദവിയിൽ എത്തിയ ആൾക്കും നിർബന്ധമാണ്. तलाश में है। അള്ളാഹു പറഞ്ഞ ഹിദായത്ത് അന്വേഷിക്കുന്ന ഓരോ വ്യക്തിക്കും ഇത് നിർബന്ധമാണ്. कर रहा है, ये चाहता है। ഉന്നത പദവി കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുകയും हकीकी मोमिन वही है जो അതിനായി मुस्तकिल से और एक പരിശ്രമിക്കുകയും ചെയ്യുന്നവർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ദുആയാണിത്. യഥാർത്ഥ വിശ്വാസി എന്നാൽ സ്ഥിരതയോടുകൂടി വേദന തിങ്ങുന്ന ഹൃദയത്തോടെ ഈ ദുആ ചെയ്യുന്ന വ്യക്തിയാണ്. अहमियत भी ഈ ദുആ എല്ലാ പദവിയിൽ എത്തിയവർക്കും നിർബന്ധമായിരിക്കെ ഇതിന്റെ പ്രാധാന്യവും इस अहमियत पर रोशनी डालते हुए हज़रत मसीह मौऊद अलैहिस्सलाम വളരെ കൂടുതലാണ്. के 7वीं ഇതിന്റെ പ്രാധാന്യം വിവരിച്ചുകൊണ്ട് सदी में दर्ज है, ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, जिसके माने ये हैं സൂറ ഫാത്തിഹയിൽ പറയപ്പെട്ട ഏഴാമത്തെ സത്യം ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നുള്ളതാണ്. ഇതിന്റെ അർത്ഥം ഇപ്രകാരമാണ്: ഒരുവിധ വക്രതയുമില്ലാത്ത നേരായ പന്താവിൽ ഞങ്ങൾക്ക് അടിയുറച്ച് സ്ഥിരമായി നിൽക്കാൻ കഴിയുന്ന ആ ചൊവ്വായ മാർഗം നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഇതിന്റെ വിശദീകരണം ഇപ്രകാരമാണ്: അള്ളാഹുവിലേക്ക് എത്താനുള്ള ഋജുവായ മാർഗം തേടുക എന്നതാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ട യഥാർത്ഥ ദുആ. കാരണം നാം അന്വേഷിക്കുന്ന ഓരോ വസ്തുവും കരസ്ഥമാക്കാനുള്ള പ്രകൃതി നിയമം എന്നത് ഏത് മാർഗം അവലംബിക്കുമ്പോഴാണോ ആ വസ്തു ലഭിക്കുന്നത് ആ മാർഗം സ്വീകരിക്കുക എന്നതാണ്. അള്ളാഹ് ഓരോ വസ്തുവും തന്നെ കരസ്ഥമാക്കാൻ വെച്ചിരിക്കുന്ന പ്രകൃതി നിയമം എന്നത് അവ കരസ്ഥമാക്കാനുള്ള മാർഗങ്ങൾ അവലംബിക്കുക എന്നതാണ്. ഏത് വഴിയിലൂടെ പ്രയാണം ചെയ്താലാണോ ആ ലക്ഷ്യം കരസ്ഥമാകുന്നത് ആ വഴികൾ സ്വീകരിക്കുക. മനുഷ്യൻ സിറാത്തെ മുസ്തഖീമിൽ ശരിയായ രീതിയിൽ പ്രയാണം നടത്തുകയും ലക്ഷ്യപ്രാപ്തിക്കുള്ള മാർഗങ്ങളിലൂടെ ചരിക്കുകയും ചെയ്യുമ്പോൾ ആ ലക്ഷ്യം സ്വയം കരഗതമാകുന്നു. से जो किसी मतलब के हसूल എന്നാൽ ഏതൊരു ലക്ഷ്യം കരസ്ഥമാക്കുന്നതിനുള്ള വഴികൾ സ്വീകരിക്കാതെ बल्कि कदीम से यही कानून ആ ലക്ഷ്യങ്ങൾ ലഭിക്കുക എന്നത് അസംഭവ്യമാണ്. മുമ്പേയുള്ള നിയമം എന്നത് ഏതൊരു ലക്ഷ്യം കരസ്ഥമാക്കാനും ഒരു മാർഗവും രീതിയുമുണ്ട്. उस तरीके पर कदम नहीं मारता तब तक वो अमर ആ മാർഗവും രീതിയും സ്വീകരിക്കാത്തിടത്തോളം ആ കാര്യം മനുഷ്യന് നേടിയെടുക്കാൻ സാധ്യമല്ല. കഠിനാധ്വാനത്തോടും പ്രയത്നത്തോടും ദുആ, ഉള്ളൊരുക്കം എന്നിവയാലും കരസ്ഥമാക്കേണ്ട വസ്തു
ചൊവ്വായ മാർഗമാണ്. परिवार ചൊവ്വായ മാർഗം അന്വേഷിക്കുന്നതിനായി പരിശ്രമിക്കാത്ത വ്യക്തി, അതിനെ വിലമതിക്കുകയും ചെയ്യാത്ത വ്യക്തി അള്ളാഹുവിന് മുമ്പിൽ വക്രതയുള്ള വ്യക്തിയാണ്. ആ വ്യക്തി അള്ളാഹുവിനോട് സ്വർഗവും പാരത്രിക ജീവിതത്തിലെ ആനന്ദവും തേടുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഹിക്മത്ത് അവന് നൽകുന്ന മറുപടി പ്രകാരമായിരിക്കും. പാമരനായ മനുഷ്യ, നീ ആദ്യം സിറാത്തെ മുസ്തഖീം അന്വേഷിക്കുക, എന്നാൽ ഇതെല്ലാം എളുപ്പത്തിൽ നിനക്ക് ലഭിക്കുന്നതാണ്. സത്യാന്വേഷികൾക്ക് ഏറ്റവും ആവശ്യമുള്ളതും ദുആകളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നതുമായ പ്രാർത്ഥന നേരായ പാത കാണിച്ചു തരണമേ എന്നുള്ള ദുആയാണ്. സിറാത്തെ മുസ്തഖീമിന്റെ യാഥാർത്ഥ്യം വിവരിച്ചുകൊണ്ടും ഒരു വിശ്വാസിക്ക് സിറാത്തെ മുസ്തഖീമിന്റെ ഏതെല്ലാം പദവികൾ കരസ്ഥമാക്കണം എന്നീ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, സിറാത്തെ മുസ്തഖീമിന്റെ യാഥാർത്ഥ്യം वो ये है कि നേരായ ദീൻ ലക്ഷ്യമിടുന്നത് ഇതാണ്: ദാസൻ തന്റെ ഔദാര്യമുടയവനായ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, അവന്റെ തൃപ്തിയിൽ തൃപ്തനാകുമ്പോൾ, തന്റെ ആത്മാവും ഹൃദയവും അവനിൽ അർപ്പിക്കുമ്പോൾ, മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിനെ തന്നെ സമർപ്പിക്കുമ്പോൾ, അവനോടല്ലാതെ മറ്റാരോടും ദുആ ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ, അവനോട് മാത്രം പ്രത്യേകം സ്നേഹം വെക്കുകയും ചെയ്യുമ്പോൾ, അവനോട് അർത്ഥനകൾ നടത്തുകയും അവനോട് തന്നെ കാരുണ്യവും വാത്സല്യവും തേടുകയും ചെയ്യുമ്പോൾ, തന്റെ അബോധാവസ്ഥയിൽ നിന്ന് ബോധതലത്തിലേക്ക് വരുമ്പോൾ, തന്റെ നടപ്പ് ശരിയാക്കുമ്പോൾ, റഹ്മാനായ അള്ളാഹുവിനെ ഭയപ്പെടുകയും ദൈവസ്നേഹം അവന്റെ നാടിഞരമ്പുകളിൽ ലയിച്ചു ചേരുകയും ചെയ്യുമ്പോൾ, അള്ളാഹു അവനെ സഹായിക്കുകയും ചെയ്യുമ്പോൾ, അവന്റെ ജ്ഞാനത്തെയും വിശ്വാസത്തെയും ഉറപ്പിക്കുകയും ചെയ്യുമ്പോൾ, ദാസൻ തന്റെ മനസ്സോടും തന്റെ ആഗ്രഹങ്ങളോടും തന്റെ ബുദ്ധിയോടും തന്റെ അവയവങ്ങളോടും തന്റെ ഭൂമിയോടും കൃഷിയിടത്തോടും സർവ്വവസ്തുക്കളോടും കൂടി തന്റെ റബ്ബിലേക്ക് തിരിയുന്നു. അവനല്ലാത്ത മറ്റെല്ലാ വസ്തുക്കളിൽ നിന്നും മുഖം തിരിക്കുന്നു. അവന്റെ മുമ്പിൽ അവന്റെ നാഥനല്ലാതെ മറ്റൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല. അങ്ങനെ പ്രിയതമനെ മാത്രം പിൻപറ്റുന്ന ഒരവസ്ഥ കൈവരുന്നു. उम्र को करनी चाहिए, ഇതിന് സിറാത്തുൽ മുസ്തഖീം എന്ന ദുആ उससे दुनिया भी मिलती നാം ചെയ്യുമ്പോൾ है, दीन भी मिल जाती है। അത് മുഖേന ദീനും ദുനിയാവും രണ്ടും ലഭിക്കുന്നു. फरमाया कि इसके लिए പറയുന്നു, जरूरत है, ഇതിനായി अपनी बेहोशी പരിശ്രമമാണ് വേണ്ടത്. തന്റെ അശ്രദ്ധയിൽ നിന്നും പുറത്തേക്ക് വരേണ്ടതായി വരും. एक बेहोशी की हालत है, इससे निकलो। ദീനിനോടുള്ള അശ്രദ്ധ ഒരു അബോധാവസ്ഥയാണ്. चीज में अल्लाह അതിൽ നിന്നും ബോധാവസ്ഥയിലേക്ക് വന്ന് നേരായ മാർഗം അന്വേഷിക്കുക, എല്ലാ വസ്തുക്കളിലും ദൈവസ്നേഹം ഉണ്ടാക്കുക. दुनिया भी ഇതുണ്ടായിത്തീരുമ്പോഴാണ് നിങ്ങളുടെ ദുന്യാവും ദീനായിത്തീരുന്നത്. हर काम हो रहा होगा। അള്ളാഹുവിന്റെ പ്രീതിക്കായി ഓരോ പ്രവൃത്തിയും തന്നെ ചെയ്യുന്നതായി മാറുക. अपनी हिदायत पर कायम रहने के लिए പറയുന്നു, ഇസ്ലാമിന്റെ ഹിദായത്തിൽ നിലനിൽക്കാനായി 3 കാര്യങ്ങളാണുള്ളത്. അത് ഓർത്തിരിക്കേണ്ടതാണ്. यही 3 बातें ഇതില്ലാതെ ഹിദായത്ത് പ്രയാസകരമാണ്. करती हैं कि ഈ 3 കാര്യങ്ങളാണ് जो एक मोमिन को तलब करनी चाहिए। ഏത് ഹിദായത്താണ് ഒരു വിശ്വാസി തേടേണ്ടത് എന്നത് മനസ്സിലാക്കി കൊടുക്കുന്നത്. कुरान शरीफ जो किताबुल्लाह है, അതിൽ ഒന്ന് हमारे पास कोई വിശുദ്ധ ഖുർആനാണ്. कलाम അതല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. नहीं, ഇതല്ലാതെ വ്യക്തവും वो शक സ്പഷ്ടവുമായ മറ്റൊരു വചനവും നമ്മുടെ പക്കലില്ല. അത് അല്ലാഹുവിന്റെ വചനമാണ്. അത് സംശയങ്ങളിൽ നിന്നും സന്ദേഹങ്ങളിൽ നിന്നുമെല്ലാം പരിശുദ്ധമാണ്. രണ്ടാമത്തേത് സുന്നത്താണ്. സുന്നത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ तवातुर रखती है और പ്രവർത്തനങ്ങളാണ്. के साथ അത് തുടർച്ചയായി ചെയ്യപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനോടൊപ്പം തുടക്കം മുതൽ ഉള്ളതാണ്. दिली अल्फाज അത് കൂടെ തന്നെ എന്നെന്നും ഉണ്ടാവുകയും ചെയ്യും. शरीफ खुदा ताला का कौल മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ सुन्नत रसूल വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ വചനവും सल्लम സുന്നത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम का फेल और कदीम से आदत अल्लाह यही है। പ്രവൃത്തിയുമാണ്. अंबिया പ്രവാചകന്മാർ सलाम खुदा का ജനങ്ങളുടെ മാർഗദർശനത്തിനായി അള്ളാഹുവിന്റെ വചനങ്ങൾ കൊണ്ടുവരുമ്പോൾ का कौल लोगों की हिदायत के लिए लाते हैं, तो अपने फेल से यानी अमली तौर पर इस कौल തങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഖേന के अमल जो हैं ഈ വചനങ്ങളുടെ വ്യാഖ്യാനം അവർ നൽകുന്നു. तफसीर होती है। ഈ വചനങ്ങളെ മനസ്സിലാക്കുന്നതിന് इस कौल का ജനങ്ങൾക്ക് ഒരു സംശയവും तबे न रहे, वाज़ेह हो जाए। ഇല്ലാതായി തീരുന്നതിന് വേണ്ടിയാണ് അവർ ഈ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത്. भी अमल करते हैं और दूसरों से भी करवाते हैं। ഈ വചനങ്ങൾ അനുസരിച്ച് അവരും പ്രവർത്തിക്കുന്നു, മറ്റുള്ളവരെയും ഇതനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുന്നു. और हदीस से मुराद ഹിദായത്തിനുള്ള മൂന്നാമത്തെ സംഗതി ഹദീസാണ്. कि जो किस्सों के रंग में ഹദീസ് കൊണ്ട് നാം അർത്ഥമാക്കുന്നത് वसल्लम से വിവരണ രൂപത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും रावियों के जरिए से ഏകദേശം 150 വർഷങ്ങൾക്ക് ശേഷം
वो 150 साल बाद വിവിധ നിവേദകർ മുഖേന ഒരുമിച്ച് കൂട്ടിയ വചനങ്ങളാണ്. उसकी हदीस 150 വർഷത്തിന് ശേഷമാണ് ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ശേഷം ഒരുമിച്ച് കൂട്ടപ്പെട്ടത്. टकराती हदीस ഖുർആനും हदीस है। സുന്നത്തിനും എതിരില്ലാത്ത ഹദീസുകൾ ശരിയായ ഹദീസുകളാണ്. हदीस की तरह ഇത് ഒരു വിശ്വാസിക്ക് ഹിദായത്തിനുള്ള മാർഗമാണ്. അഹ്ലെ ഹദീസുകളെ പോലെ സുന്നത്തിനെയും ഹദീസുകളെയും നാം ഒന്നായി കാണുന്നില്ല. लाए अमल है जो एक मोमिन की ഒരു വിശ്വാസിയുടെ ഹിദായത്തിനുള്ള വിശദമായ മാർഗങ്ങളാണിവ. तो उन चीजों को सामने ഹിദായത്തിനുള്ള ദുആ ഒരു വിശ്വാസി ചെയ്യുമ്പോൾ और यही हकीकी ഈ കാര്യങ്ങളെല്ലാം മുമ്പിൽ വെക്കുക, ഇവയെല്ലാം അന്വേഷിക്കുക. खुदा ताला से ഇവയാണ് पुख्ता होगा। യഥാർത്ഥ ഹിദായത്തിലേക്ക് വഴികാട്ടുക. पीरों फकीरों के चक्कर में അള്ളാഹുമായുള്ള ദാസന്റെ ബന്ധം ശക്തിപ്പെടുന്നതാണ്. ചിലർ പീർ ഫക്കീർമാരുടെ ദുആയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നു. बाद अहमदी भी पीरों की ചില പരാതികൾ എനിക്ക് ലഭിക്കാറുണ്ട്. दुआओं के മറ്റുള്ളവരുടെ സ്വാധീനത്തിൽ കുടുങ്ങി സ്വന്തം ദുആ ചെയ്യാതെ മറ്റു പീർ ഫക്കീർമാരുടെ ദുആയിൽ ചിലർ ആശ്രയം കണ്ടെത്തുന്നു. होता है उसके लिए അതല്ലെങ്കിൽ ആരെങ്കിലും വല്ല സീറും ചെയ്തിട്ടുണ്ടാകുമെന്നും അതിനെ ഇല്ലാതാക്കാൻ മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകുന്നതായും ചിലർ പരാതിപ്പെടുന്നു. और എന്നാൽ लोगों की तरफ तवज्जो नहीं है दुआओं की ഇவ்விധമുള്ള ഭോഷന്മാരും ചിലരുണ്ട്. സ്വന്തം ദുആ ചെയ്യുന്നതിലേക്ക് അല്പം പോലും അവർ ശ്രദ്ധിക്കുന്നില്ല. ഇത് തികച്ചും തെറ്റാണ്. ताला का शुक्र है कि चंद ഇവിടെ അല്ലറ ചില്ലറ പേരല്ലാതെ लोग वरना അതും ഇല്ല എന്ന് തന്നെ പറയാം. इंतहा हुई है। ഭൂരിഭാഗവും ഇவ்விധം ചെറുക്കിൽ നിന്നും മുക്തമാണെന്നത് അള്ളാഹുവിന്റെ വലിയ ഫضലാണ്. എന്നാൽ അന്യരിൽ ഈ ചെറുക്ക് കൊടികുത്തി വാഴുകയാണ്. എന്നിട്ടും അവർ തങ്ങളാണ് മുസ്ലിങ്ങൾ എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, വിശുദ്ധ ഖുർആനിൽ ഇസ്ലാമിന്റെ പേര് नाम इस्तिकामत है और फरमाते हैं ഇസ്തിഖാമത്ത് എന്നാണ്, इस्तिकामत रखा है, यानी इस्लाम का नाम തിരജിത്തത എന്നാണ് വെച്ചിരിക്കുന്നത്. जैसा कि वो दुआ सिखलाता ഇസ്ലാമിന്റെ പേര് ഇസ്തിഖാമത്ത് എന്നാണ് വെച്ചിരിക്കുന്നത്. सिरातल लज़ी അത് നമുക്ക് ഇപ്രകാരം ദുആ പഠിപ്പിക്കുന്നു, ഇതിന് സിറാത്തൽ മുസ്തഖീം पर कायम कर സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, ഞങ്ങളെ സ്ഥിരചിത്തതയുടെ മാർഗത്തിൽ നിർത്തേണമേ. जिसको मुस्तकिल मिजाजी से इंसान चले और हिदायत याफ्ता हो। ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ സ്ഥിരചിത്തതയോടെ നിലയുറപ്പിച്ച് നിൽക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ഇസ്ലാമിന്റെ പേര് तो इससे उसका ഇസ്തിഖാമത്ത് എന്ന് വെച്ചിരിക്കുന്നത്. तजम्मत की राह पर തുടർന്ന് പറയുന്നു, उन लोगों നിന്നോട് അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കിയവരുടെ पर आसमानी മാർഗത്തിൽ ഞങ്ങളെ फरमाते हैं कि वाज़े रहे कि हर एक ചരിപ്പിക്കണമേ. അവരിൽ ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുകയുണ്ടായി. समझी जाती ഓർക്കുക, उसकी वजह ഓരോ വസ്തുവിന്റെയും उस पर गौर करके ഇസ്തിഖാമത്തിന്റെ അവസ്ഥ, അതിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് നോക്കിയാലേ മനസ്സിലാകുകയുള്ളൂ. इंसान के वजूद का മനുഷ്യ സൃഷ്ടിപ്പിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്നത് के लिए पैदा की മനുഷ്യവംശം അള്ളാഹുവിനായാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. किया गया है। മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ആരാധിക്കാനാണ്. ये है कि जैसा कि അതുകൊണ്ട് മനുഷ്യന്റെ ഇസ്തിഖാമത്തിന്റെ അവസ്ഥ എന്നത് ऐसा ही वो दरहकीकत അവൻ के लिए സ്ഥായിയായ അനുസരണത്തിനായി പടക്കപ്പെട്ടതുകൊണ്ട് तमाम को वाह से അവൻ അള്ളാഹുവിൻ്റെതായി തീരുക എന്നതാണ്. बिलाशुबा उस पर इनाम അവൻ തന്റെ സർവ്വ കഴിവുകളും ഒന്നടങ്കം അള്ളാഹുവിൻ്റെതാക്കി തീർക്കുമ്പോൾ जैसे कि तुम देख അവനിൽ അനുഗ്രഹങ്ങൾ ഇറങ്ങാൻ തുടങ്ങും എന്നതിൽ യാതൊരു സംശയവുമില്ല. तो उस आफताब की शुआएं ഇതിനെ മറ്റൊരു വിധത്തിൽ പരിശുദ്ധ ജീവിതം എന്നാണ് പറയുന്നത്. खुदा ताला സൂര്യന് അഭിമുഖമായി നിൽക്കുന്ന ജനൽ में और खुदा में कुछ हिजाब न रहे തുറന്നിട്ടാൽ സൂര്യകിരണങ്ങൾ ജനലിൽ കൂടെ അകത്ത് പ്രവേശിക്കുന്നത് നീ കാണുന്നില്ലേ? और उसको मुनव्वर कर देते, അതേപോലെ മനുഷ്യൻ അള്ളാഹുവിലേക്ക് ശരിയാവണ്ണം മുഖം തിരിക്കുമ്പോൾ तब वो एक नया അവനും അള്ളാഹുവിനും ഇടയിൽ ഒരു മറയും അവശേഷിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ तब कहा जाता है ഉടനെ പ്രകാശത്തിന്റെ ഒരു നാളം അവനിൽ ഇറങ്ങുകയും जिंदगी के पाने का मुकाम അവനെ പ്രകാശപൂരിതമാക്കുകയും ചെയ്യുന്നു. अल्लाह जल्ल शानहू അവന്റെ അകത്തുള്ള എല്ലാ മാലിന്യങ്ങളെയും അത് കഴുകിക്കളയുന്നു. അപ്പോൾ അവൻ ഒരു പുതിയ മനുഷ്യനായി തീരുന്നു. दिलो सबीला, यानी ഒരു മഹത്തായ മാറ്റം അവനിൽ ഉണ്ടായിത്തീരുകയും ചെയ്യുന്നു. देखने का उसको नूर न मिला, അപ്പോഴാണ് പറയപ്പെടുന്നത് പരിശുദ്ധ ജീവിതം ഈ വ്യക്തിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന്. फिर आप इस बात की ഈ പരിശുദ്ധ ജീവിതം കരഗതമാക്കാനുള്ള उनकी दुआ कबूली ഇടം ഈ ദുനിയാവാണ്. ഇതിലേക്ക് വെളിച്ചം വീശിക്കൊണ്ടാണ് അള്ളാഹു പറയുന്നത്, മൻകാന ഫീ ഹാസി അഅമ ഫഹുവ ഫിൽ ആഖിറതി അഅമ വഅളല്ലു സബീല. मानों को लाजिम है ആരാണോ ഈ ലോകത്ത് അന്ധനായിരിക്കുന്നത്, അള്ളാഹുവിനെ കാണാനുള്ള പ്രകാശം ലഭിക്കാത്തത്, അവൻ ആ ലോകത്തും അന്ധനായിരിക്കുന്നതാണ്. करना चाहिए और यही मतलब
ഈദിന സിറാത്തൽ മുസ്തഖീം എന്ന ദുആ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഏതെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. ഈദിന സിറാത്തൽ മുസ്തഖീം എന്ന ദുആയിൽ ഇയ്യാക നഅ്ബുദു എന്നതിനെ പരിഗണിക്കണം എന്ന് എല്ലാ മുസ്ലിങ്ങൾക്കും ഉപദേശം നൽകിയിരിക്കുന്നു. ഇയ്യാക നഅ്ബുദു എന്നതിനെ ഇയ്യാക നസ്തഈൻ എന്നതിന് മുമ്പിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രവൃത്തി രൂപത്തിൽ തന്നെ കൃതജ്ഞത പ്രകടിപ്പിക്കേണ്ടതാണ്. ഈദിന സിറാത്തൽ മുസ്തഖീം എന്നതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അർത്ഥവും ഇത് തന്നെ. അതായത് ദുആക്ക് മുമ്പ് ബാഹ്യമായ വസ്തുക്കളെ ഉപയോഗപ്പെടുത്തുകയും തുടർന്ന് ദുആയിലേക്ക് ശ്രദ്ധ ഉണ്ടാവുകയും ചെയ്യുക. ആദ്യം വിശ്വാസങ്ങൾ, സ്വഭാവങ്ങൾ, ശീലങ്ങൾ എന്നിവ സംസ്കരിക്കപ്പെടണം. അതിനുശേഷം ഈദിന സിറാത്തൽ മുസ്തഖീം എന്ന് ദുആ ചെയ്യുക. ആദ്യം തെറ്റായ വിശ്വാസങ്ങളും ശീലങ്ങളും ഉപേക്ഷിക്കുക. യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുക. സ്വഭാവ സംസ്കരണം വരുത്തുക. പ്രവർത്തനം ശരിയാക്കുക. അതിന്റെ ഇസ്ലാഹ് കൂടി നടത്താൻ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് ദുആ ചെയ്യുക. അപ്പോഴാണ് അള്ളാഹു സ്വീകരിക്കുക. ഈദിന സിറാത്തൽ മുസ്തഖീം എന്ന ദുആ പഠിപ്പിക്കുന്നതിലൂടെ അള്ളാഹു ഇച്ഛിക്കുന്നത് മനുഷ്യൻ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. 1 ധാർമ്മികാവസ്ഥ, 2 വിശ്വാസത്തിന്റെ അവസ്ഥ, 3 കർമ്മങ്ങളുടെ അവസ്ഥ. മൊത്തത്തിൽ ഇപ്രകാരം പറയാം: മനുഷ്യൻ ദൈവം നൽകിയ കഴിവുകൾ മുഖേന തന്റെ അവസ്ഥ ശരിയാക്കുകയും തുടർന്ന് അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്യുക. അള്ളാഹു മനുഷ്യന് നൽകിയിരിക്കുന്ന കഴിവുകൾ ബുദ്ധി, വിവേകം മുതലായവ മുഖേന തന്റെ സംസ്കരണത്തിനായി ശ്രമിക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് ഇപ്രകാരം ദുആ ചെയ്യുക: എന്നിലുള്ളത് ഞാൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി നീ എന്നെ ഹിദായത്തിലേക്ക് കൊണ്ടുവന്നാലും നിന്റെ സഹായമില്ലാതെ എനിക്ക് ഹിദായത്ത് ലഭിക്കുന്നതല്ല. ഇസ്ലാം നടക്കുമ്പോൾ ദുആ ചെയ്യേണ്ട എന്നല്ല, അങ്ങനെയല്ല. ആ സമയത്തും ചോദിച്ചു കൊണ്ടിരിക്കണം. സ്വയം പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ദുആ അനിവാര്യമാണ്. ഈദിന സിറാത്തൽ മുസ്തഖീം എന്നതിൽ ദുആ മനുഷ്യന്റെ ഹൃദയം കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടുമാണ് ചെയ്യേണ്ടത്. നാവ് കൊണ്ടും വേണം, ഹൃദയവും അതിൽ പ്രകടിപ്പിക്കണം. ഹൃദയാന്തരാളങ്ങളിൽ നിന്നും അത് നിർഗളിക്കേണ്ടതാണ്. കർമ്മങ്ങളിലൂടെ അത് പ്രകടമാകേണ്ടതാണ്. അപ്പോഴാണ് അത് യഥാർത്ഥ ദുആയിത്തീരുകയുള്ളൂ. മനുഷ്യൻ നല്ലവനായി തീരാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അവന് നാണം വരുന്നു. എന്നാൽ പ്രയാസങ്ങളിൽ നിന്നും രക്ഷിക്കുന്നത് ഈ ഒരു ദുആ മാത്രമാണ്. മനുഷ്യൻ നാവ് കൊണ്ട് ഇത് പറയുകയും ഹൃദയം അത് അംഗീകരിക്കുകയും അതിനായി പ്രയത്നം നടത്തുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിനോടാണല്ലോ ഞാൻ ചോദിക്കുന്നത് എന്ന ബോധം വരുമ്പോൾ അവൻ ലജ്ജിച്ച് തലതാഴ്ത്തുന്നതാണ്. അവൻ തന്റെ നാവും തന്റെ പ്രവർത്തനവും ശരിയാക്കാനായി പ്രയത്നിക്കും. ഇതൊന്നും ശരിയാക്കാതെ ഞാൻ അള്ളാഹുവിനോട് എന്നെ നേരായ മാർഗത്തെ ചരിപ്പിക്കണമേ എന്ന് എങ്ങനെ ആവശ്യപ്പെടാനാണ്? പറയുന്നു, ഈദിന സിറാത്തൽ മുസ്തഖീം എന്ന ദുആ ദീനിലും ദുനിയാവിലും ഉള്ള എല്ലാ കാര്യങ്ങളെയും വലയം ചെയ്തിരിക്കുന്ന ഒന്നാണ്. കാരണം ഏതൊരു കാര്യത്തിലും സിറാത്തെ മുസ്തഖീം ലഭിക്കുന്നില്ലെങ്കിൽ ഒന്നും തന്നെ നേടിയെടുക്കാൻ കഴിയില്ല. ഇത് ആത്മീയ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് ദുനിയാവിയായ കാര്യങ്ങൾ നേടിയെടുക്കാനും ഈ ദുആ അനിവാര്യമാണ്. വൈദ്യനും കൃഷിക്കാരനും ചുരുക്കത്തിൽ എല്ലാ മനുഷ്യനും സിറാത്തെ മുസ്തഖീം എന്ന ദുആയുടെ ആവശ്യമുണ്ട്. കർഷകനും വൈദികനും അതേപോലെ മറ്റു ജോലികൾ ചെയ്യുന്ന വ്യക്തിക്കും അവരുടെ പ്രവർത്തനങ്ങളിൽ സിറാത്തെ മുസ്തഖീം ലഭിക്കേണ്ടിയിരിക്കുന്നു. ഇത് ലഭിക്കുന്നില്ലെങ്കിൽ അതൊന്നും ശരിയായ നിലയിൽ മുന്നോട്ട് പോകുന്നില്ല. പറയുന്നു, ഏറ്റവും നല്ല ദുആ ഫാത്തിഹ ആകുന്നു. കാരണം അത് സമ്പൂർണ്ണ ദുആയാണ്. കർഷകന് കൃഷി ചെയ്യുന്ന രീതി ശരിക്കും അറിയുമ്പോഴാണ് സിറാത്തെ മുസ്തഖീമിൽ എത്തിച്ചേരുക. ഒരു ഡോക്ടർ പഠനം പൂർത്തിയാക്കുകയും പിന്നീട് പരിശീലനത്തിനായി പല സ്ഥലങ്ങളിലും പ്രാക്ടീസ് നടത്തുകയും അനുഭവസ്ഥരായ ഡോക്ടർമാരുടെ കൂടെ ജോലി ചെയ്യുകയും ചെയ്യുമ്പോഴാണ്
സിറാത്തെ മുസ്തഖിമിന്റെ വിവിധ പദവികൾ കരസ്ഥമാക്കുക. पहुंच जाएगा और कामयाब हो जाएगा. ഇതേപോലെ തന്നെയാണ് मिलने की सिरात मुस्तकीम മറ്റു ജോലികൾ ചെയ്യുന്നവരും. പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ പ്രാപിക്കാനുള്ള സിറാത്തെ മുസ്തഖീമിനായി പ്രാർത്ഥിക്കുക, दुआ करो, അതിനായി പ്രയത്നിക്കുക. दुआ करो कि या इलाही എന്നിട്ട് ഇപ്രകാരം ദുആ ചെയ്യുക, और उफ्तादा हूँ നാഥ, माई कर ഞാൻ നിന്റെ പാപിയായ ഒരു അടിമയാണ്, ഒരു അടിയാരാണ്, വ്യസനത്തിലാണ്. നീ എനിക്ക് വഴികാട്ടണമേ. നിങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും അള്ളാഹുവിനോട് ചോദിക്കുക. ശരിക്കും നൽകുന്നവൻ അവനാണ്. जो बहुत दुआ करता है. असल लेके यही है कि बहुत दुआ करो, കൂടുതൽ ദുആ ചെയ്യുന്നവനാണ് ഏറ്റവും നല്ലവൻ. ना किसी परेशानी നമ്മുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ किसी जादू टोने को जायल करने वाले की जरूरत മന്ത്രവാദികളുടെ ആവശ്യമൊന്നുമില്ല. कबूलियत के लिए कहीं पीरों ദുആ സ്വീകരിക്കപ്പെടാൻ പീർ ഫക്കീർമാരുടെ ഖബറുകൾ സന്ദർശിക്കേണ്ട ആവശ്യമില്ല. अपनी നമ്മുടെ അവസ്ഥ ശരിയാക്കിക്കൊണ്ട് अगर बंदा खुदा ताला के आगे जो അള്ളാഹുവിന് മുമ്പിൽ കുമ്പിടുകയാണെങ്കിൽ है जो तमाम മനുഷ്യന്റെ करने वाला ആവശ്യങ്ങളെല്ലാം പൂർത്തിയാക്കുന്നവൻ അവൻ മാത്രമാണ്. जो मोमिन की मेरा പറയുന്നു, मकसूद यही है മുഅ്മിന്റെ इसमें दुआ की जावे, മിഅ്റാജായ നമസ്കാരത്തിന്റെ ലക്ഷ്യം തന്നെ ദുആ ചെയ്യുക എന്നതാണ്. दुआ मांगी जाती है. അതുകൊണ്ടാണ് ദുആയുടെ മാതാവായി ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന ദുആ ഇതിൽ വെച്ചിരിക്കുന്നത്. നമസ്കാരത്തിൽ ഈ ദുആ ചെയ്യുക. वो दुआ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം नमाज मेराज है, അത് ദുആയുടെ മാതാവാണ്. सिरातुल मुस्तकीम നമസ്കാരം മിറാജാണ്. दुआओं की माँ है. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം और ये അത് ദുആയുടെ മാതാവാണ്. माँ के दरवाजे खोलता है. फिर आप फरमाते ഇത് ചോദിച്ചാൽ ഹിദായത്തിന്റെ കവാടങ്ങൾ തുറന്നു തരും. और गरज सिरात മനുഷ്യ ജീവിതത്തിന്റെ ഉദ്ദേശവും ലക്ഷ്യവും और इसकी तलब है. സിറാത്തെ മുസ്തഖീമിൽ നടക്കുക എന്നതാണ്. हर इंसान को, हर मोमिन को अपने सामने അതിന്റെ തേട്ടവുമാണ്. रख, इसको इस सूरत में इन अल्फाज में बयान ഈ ഒരു ലക്ഷ്യം ഓരോ വിശ്വാസിയും തന്റെ മുമ്പിൽ വെക്കേണ്ടതാണ്. सिरातुल लज़ीना अनअमत ഇത് ഈ വാക്കുകളിലാണ് വിവരിച്ചിട്ടുള്ളത്. ഇതിന് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലസീന അൻഅംത അലൈഹിം. जिन पर तेरा इनाम അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നേരായ മാർഗം കാണിച്ചു തന്നാലും हर रकत में मांगी जाती है. നിന്റെ അനുഗ്രഹം ലഭിച്ചവരുടെ മാർഗം. ഈ ദുആ എല്ലാ നമസ്കാരത്തിലും എല്ലാ റക്അത്തിലും തേടുന്നുണ്ട്. ഇത്രയും പ്രാവശ്യം ഇത് ആവർത്തിക്കുക എന്നത് തന്നെ ഇതിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു. പറയുന്നു, നമ്മുടെ ജമാഅത്തിലുള്ളവർ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇത് സാധാരണ കാര്യമല്ല എന്നാണ്. തത്തയെ പോലെ നാവുകൊണ്ട് ഈ വാക്കുകൾ ഉരുവിടുക എന്നതല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഇത് മനുഷ്യനെ പരിപൂർണ മനുഷ്യനാക്കി തീർക്കുന്ന ഫലപ്രദവും ഒരിക്കലും പിഴക്കാത്തതുമായ ഒരു ഉറുപ്പടിയാണ്. आयत में 4 ഇതെപ്പോഴും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. തസ്ബീഹ് മണി പോലെ എപ്പോഴും ഓർമ്മ വെക്കേണ്ടതാണ്. ഈ ആയത്തിൽ 4 രീതിയിലുള്ള പദവികൾ കരസ്ഥമാക്കുന്നതിനുള്ള അപേക്ഷയാണ് നടത്തുന്നത്. ഈ 4 രീതിയിലുള്ള പദവികളും കരസ്ഥമാക്കണമെങ്കിൽ ദ്വാ ഇരക്കേണ്ടതും മനുഷ്യ സൃഷ്ടിപ്പിന്റെ കടവുകൾ നിറവേറ്റേണ്ടതുമാണ്. അതേപോലെ അവന് നൽകപ്പെട്ടിരിക്കുന്ന കഴിവുകളെല്ലാം 4 കർമ്മപദത്തിൽ കൊണ്ടുവരേണ്ടതുമാണ്. सदीक है, शहीद है और साले. तो ये मयार है. സിറാത്ത് അല്ലദീന അൻഅംത അലൈഹിം എന്നതിൽ നബി, बताना चाहता हूँ സിദ്ദീഖ്, ഷഹീദ്, സ്വാലി എന്നീ പദവികളെ കുറിച്ചാണ് പറയുന്നത്. औरात के जरिए से इन कमालात ഞാനിവിടെ മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. പലരും സ്വയം നിർമ്മിതമായ ദിക്റുകളും മന്ത്രങ്ങളും മുഖേന ഈ പദവികൾ കരസ്ഥമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് പറയാനുള്ളത്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കാത്ത മാർഗങ്ങളെല്ലാം വ്യർത്ഥമാണ്. जिन पर തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും आपने जो राह इख्तियार की ആർക്കാണ് മുൻഅം അലൈഹിം എന്ന ഗ്രൂപ്പിനെ കുറിച്ച് ശരിക്ക് അറിവുണ്ടാവുക. അദ്ദേഹത്തിൽ നുബൂവത്തിന്റെ എല്ലാ ശ്രേഷ്ഠതകളും അവസാനിക്കുകയുണ്ടായി. ആ മഹാത്മാവ് സ്വീകരിച്ചിരിക്കുന്ന മാർഗം സമ്പൂർണവും ശരിയായതും സമീപസ്ഥവുമാണ്. ऐसा ही ഈ മാർഗം വിട്ടുകൊണ്ട് ബാഹ്യമായി എത്ര തന്നെ മനോഹരമാണെന്ന് തോന്നിപ്പിക്കുന്ന മറ്റു മാർഗങ്ങൾ നിർമ്മിക്കുക എന്നത് എന്റെ പക്കൽ നാശമാണ്. അള്ളാഹു എന്നിൽ വെളിപ്പെടുത്തിയതും ഇത് തന്നെയാണ്. ചുരുക്കത്തിൽ അള്ളാഹു അനുഗ്രഹിച്ചവർക്ക് ലഭിച്ച ശ്രേഷ്ഠതകളും സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്നതിൽ ഏതൊന്നിലേക്ക് അള്ളാഹു സൂചന നൽകുകയും ചെയ്തുവോ അത് കരസ്ഥമാക്കുക എന്നതാണ് ഓരോ മനുഷ്യന്റെയും യഥാർത്ഥ ലക്ഷ്യം. നമ്മുടെ ജമാഅത്തിലുള്ളവർ പ്രത്യേകിച്ച് ഇക്കാര്യത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ പ്രസ്ഥാനത്തെ സ്ഥാപിച്ചതിലൂടെ അള്ളാഹു ആഗ്രഹിക്കുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറാക്കിയതുപോലെയുള്ള ഒരു ജമാഅത്തിനെ തയ്യാറാക്കുക എന്നതാണ്. ഈ അവസാന കാലത്ത് ഈ ജമാഅത്ത് വിശുദ്ധ ഖുർആന്റെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സത്യതക്കും മഹത്വത്തിനും സാക്ഷികളായി തീരാനും വേണ്ടി पर न चले. പറയുന്നു,
സിറാത്തെ മുസ്തഖീമിൽ ചരിക്കാത്തിടത്തോളം കാലം അള്ളാഹു തൃപ്തിപ്പെടുകയോ അവനിലേക്ക് ആർക്കെങ്കിലും എത്തിപ്പെടാനോ സാധ്യമല്ല. ഇത് കരസ്ഥമാകുന്നത് അള്ളാഹുവിന്റെ अमल दरामद करे സാത്തിനെയും സിഫാത്തിനെയും തിരിച്ചറിയുമ്പോഴാണ്. അതേപോലെ അവന്റെ ഇംഗിതവും ഇഷ്ടവും जरूरी है ഉള്ള മാർഗങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്. कि दीन को दुनिया पर मुकद्दम रखे. ഇത് നിർബന്ധമായിരിക്കയാൽ മനുഷ്യന് ദീനിനെ ദുന്യാവിനേക്കാൾ മുൻഗണന നൽകേണ്ടിയിരിക്കുന്നു. याद रखना चाहिए कि अल्लाह ताला ने ഈ ദുആയുടെ വ്യാപ്തിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുന്നു, सिरातुल ഈ ദുആയെക്കുറിച്ച് ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്. സൂറ ഫാത്തിഹയിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലസീന അൻഅംത അലൈഹിം എന്ന ദുആ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, മാനവരാശിയെ ഒന്നടങ്കം ഇതിൽ ഉൾപ്പെടുത്തുക. ദുആ ചെയ്യുമ്പോൾ മാനവരാശിക്ക് ഹിദായത്ത് നൽകട്ടെ എന്ന് മനസ്സിൽ വരണം. चलाए और हदायत दे और उनको भी इनामात में शामिल करे. फिर दूसरे नंबर पे അവരെയും അല്ലാഹു സിറാത്തെ മുസ്തഖീമിൽ ചരിപ്പിക്കുമാറാകട്ടെ. भी शामिल करो. അവരെയും അനുഗ്രഹങ്ങളിലൂടെ ഉടമസ്ഥരാക്കി മാറ്റട്ടെ. जो जमात नमाज രണ്ടാമത്തേത് എല്ലാ മുസ്ലിങ്ങളെയും ഉൾപ്പെടുത്തുക. हमारे साथ उनको മൂന്നാമത്തേത് നമസ്കാരത്തിൽ സന്നിഹിതരായിരിക്കുന്ന മൊത്തം ആളുകളെയും नीयत से നമസ്കാരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഇതിൽ ഉൾപ്പെടുത്തുക. इंसान इसमें दाखिल हों ഈ രീതിയിൽ നിയ്യത്ത് വെക്കുമ്പോൾ क्योंकि इस മാനവരെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. अपना नाम ഇതാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. കാരണം ഈ സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ അവൻ തന്റെ നാമം റബ്ബുൽ ആലമീൻ എന്നാണ് വെച്ചിട്ടുള്ളത്. അത് പൊതുവിലുള്ള സഹാനുഭൂതിയിലേക്കാണ് പ്രേരണ നൽകുന്നത്. क्योंकि ये रहमत ഇതിൽ മൃഗങ്ങൾ ഉൾപ്പെടുന്നു. പിന്നീട് റഹ്മാൻ എന്ന നാമമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. और ये नाम मोमिनों ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാനവരാശിയോട് സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നതിലേക്കാണ്. से खास है. ഈ റഹ്മത്ത് മനുഷ്യരോട് പ്രത്യേകപ്പെട്ടതാണ്. അതിനുശേഷം റഹീം എന്ന നാമമാണ് വെച്ചത്. ഇത് വിശ്വാസികളോട് സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നതിലേക്കാണ് പ്രേരണ നൽകുന്നത്. റഹീം എന്ന നാമം മുഅ്മിനീങ്ങളുമായി മാത്രം ബന്ധപ്പെട്ടതാണ്. അതിനുശേഷം തന്റെ നാമം മാലിക് യൗമിദ്ദീൻ എന്ന് വെച്ചിരിക്കുന്നു. ഇത് അപ്പോൾ സന്നിഹിതരായ സംഘത്തിലേക്ക് സഹാനുഭൂതി പ്രകടിപ്പിക്കാനാണ് പ്രേരണ നൽകുന്നത്. കാരണം യൗമുദ്ദീൻ എന്ന ദിനത്തിൽ ജമാഅത്തുകൾ സംഘങ്ങൾ അള്ളാഹുവിന് മുമ്പിൽ ഹാജരാക്കപ്പെടുന്നതാണ്. ഈ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നതിൽ അടങ്ങിയിരിക്കുന്ന ദുആ. ഈ സൂചനയിൽ നിന്നല്ലാതെ ഈ ദുആയിൽ മാനവ സമൂഹത്തിനോടാകമാനമുള്ള സഹാനുഭൂതി ഉൾക്കൊള്ളുന്നു എന്നതാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാനം തന്നെ എല്ലാവരോടും തന്മ ചെയ്യുക എന്നതാണ്. പറയുന്നു, ശരിയായ മഅരിഫത്ത് ലഭിക്കാനാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന ആയത്തിൽ സൂചന നൽകുന്നത്. അള്ളാഹ് നമുക്ക് അധ്യാപനം നൽകിക്കൊണ്ട് പറയുന്നത്, നിങ്ങൾ ഇപ്രകാരം ദുആ ചെയ്യുക. और तुम्हें शुक्रगुजार അവൻ തന്റെ സിഫത്തുകളുടെ ഉൾക്കാമ്പ് എന്താണെന്ന് അവൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. നന്ദിയുള്ള ദാസരിൽ നിങ്ങൾ ഉൾപ്പെടുത്തട്ടെ. होने के बाद ആദ്യ സമുദായങ്ങൾ അള്ളാഹുവിന്റെ സിഫത്തുകളും അവന്റെ അനുഗ്രഹങ്ങളും അവന്റെ പ്രീതിയും തിരസ്കരിച്ചപ്പോഴാണ് വഴികേടിലായത്. അവർ അവരുടെ ജീവിതം തിന്മയിലേക്ക് അവരെ നയിക്കുന്ന പ്രവർത്തനങ്ങളിൽ കഴിച്ചുകൂട്ടുകയുണ്ടായി. അവരിൽ അള്ളാഹുവിന്റെ കോപം ഇറങ്ങി, അവരിൽ നിന്ദത ഇറങ്ങുകയുണ്ടായി. നാശമടയുന്ന ഒരു സമൂഹമായി അവർ മാറി. അള്ളാഹു തന്റെ വചനമായ ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്നതിൽ ഇതാണ് സൂചന നൽകുന്നത്. ഈ വചനങ്ങളുടെ സന്ദർഭം വെച്ച് നോക്കുമ്പോൾ അള്ളാഹുവിന്റെ കോപം ഇറങ്ങുന്നത് അവന്റെ അനുഗ്രഹം നേരത്തെ ഇറക്കപ്പെട്ട സമൂഹത്തിലാണ്. അവർ പിന്നീട് ആ അനുഗ്രഹങ്ങളെ നിഷേധിക്കുകയുണ്ടായി. ഇവിടെ വളരെയധികം ചിന്തിക്കേണ്ട ഒരു സന്ദർഭമാണ്. അള്ളാഹു അനുഗ്രഹിച്ച വ്യക്തികളെയാണ് പിന്നീട് അള്ളാഹു കോപത്തിന് പാത്രമാക്കുന്നത്. എത്രമാത്രം അനുഗ്രഹങ്ങൾ ഒരു വ്യക്തിക്ക് അള്ളാഹു ഇറക്കിയിട്ടുണ്ടോ मग़दूब अलैहिम से मुराद അത്രയും ഭയന്നുകൊണ്ട് ജീവിതം നയിക്കേണ്ടതാണ്. ഈ ആയത്തിൽ മഗ്ദൂബി അലൈഹിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് तौर पर അള്ളാഹു പ്രത്യേകമായി അനുഗ്രഹങ്ങളും പാരിതോഷികങ്ങളും ഇറക്കിക്കൊടുത്ത സമൂഹം പിന്നീട് അവന്റെ കൽപ്പനകളെ ധിക്കരിച്ചവരായി മാറി. അവർ തങ്ങളുടെ ഇച്ഛകളെ പിൻപറ്റി അവർക്ക് അനുഗ്രഹം ഇറക്കിയ അള്ളാഹുവിനെയും അവനോടുള്ള കടമയും അവർ മറന്നുകളഞ്ഞു. അങ്ങനെ നിഷേധികളിൽ അവർ ഉൾപ്പെടുകയുണ്ടായി. ലാലിം എന്ന് പറഞ്ഞാൽ നേർമാർഗത്തിൽ ചരിക്കാൻ ആഗ്രഹിക്കുകയും എന്നാൽ ശരിയായ അറിവും പ്രകാശവും യഥാർത്ഥ ജ്ഞാനവും സുരക്ഷിതമായി വെക്കാൻ തൗഫീഖ് നൽകുകയും ചെയ്യുന്ന ദുആയും അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല. അവരെ ഊഹങ്ങൾ വലയം ചെയ്യുകയും അതിൽ അവർ വീഴുകയും ചെയ്തു. मुसलमानों का भी यही हाल है. ശരിയായ മാർഗത്തിൽ നിന്നും അവർ വ്യതിചലിച്ചു. भटक गए, മുസ്ലിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. को भूल गए. അവർ ശരിയായ മാർഗത്തിൽ നിന്നും വ്യതിചലിച്ചു. യഥാർത്ഥ ഉറവിടം അവർ മറന്നു കളഞ്ഞു. അങ്ങനെ അവർ വഴികേടിലായി.
അവർ അവരുടെ ചിന്തകളെ വ്യക്തവും തുറന്നതുമായ മേച്ചിൽ സ്ഥലത്ത് മേയാൻ വിട്ടില്ല. അവരുടെ ചിന്തകളിലും ബുദ്ധികളിലും കാഴ്ചപ്പാടിലും അത്ഭുതം തോന്നുന്നു. അവർ അള്ളാഹുവിലും അവന്റെ സൃഷ്ടികളിലും മനുഷ്യന്റെ ശുദ്ധ പ്രകൃതവും ഉൾക്കാഴ്ചയും ഒരിക്കലും സ്വീകരിക്കാത്ത കാര്യങ്ങൾ അനുവദിക്കുകയുണ്ടായി. എന്നാൽ ശരീഅത്തുകൾ ഓരോ വ്യക്തിയുടെയും പ്രകൃതമനുസരിച്ച് ചികിത്സിക്കുന്ന സേവനമാണ് ചെയ്യുന്നത് എന്നവർ അറിയാതെ പോയി. വൈദ്യൻ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നവനാണെന്ന് അവർ മറന്നുപോയി. അത് അതിന് എതിരാവുകയില്ല. സത്യസന്ധതയുടെ മാർഗത്തിൽ നിന്നും ഇവർ എത്രമാത്രം അകന്നതാണെന്നതിൽ ദുഃഖം തോന്നുന്നു. കറാമത്ത് സാദിഖീൻ എന്ന അറബി ഗ്രന്ഥത്തിൽ നിന്നുള്ള വിവർത്തനമാണിത്. ഈ കാലഘട്ടത്തിലെ ഇമാമിനെ വിശ്വസിക്കാത്തവർ, മസീമുദിനെ നിഷേധിച്ചവർ വഴികേടിലായിരിക്കുന്നു. അള്ളാഹു തആല നമ്മെ അവന്റെ മുമ്പിൽ നിഷ്കളങ്കരായി ദുആ ചെയ്യുന്നവരാക്കി മാറ്റട്ടെ. ഹിദായത്തിന് ശേഷം അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. അവർ വഴികേടിലായി ദുനിയാവും ആഖിറത്തും നശിപ്പിച്ചു. അള്ളാഹു തആല നമുക്ക് അവന്റെ യഥാർത്ഥ മഅരിഫത്ത് നൽകുമാറാകട്ടെ. ഈദിന സിറാത്തുൽ മുസ്തഖീം എന്ന മാർഗത്തിൽ ചരിപ്പിക്കുമാറാകട്ടെ. ഈ റമദാനെ അവന്റെ തുടർച്ചയായ അനുഗ്രഹങ്ങളിലും ഹിദായത്തുകളിലും മുന്നേറാനുള്ള മാർഗമാക്കി മാറ്റട്ടെ. നാം എപ്പോഴും അവന്റെ മുമ്പിൽ കുമ്പിടുന്നവരായി തീരട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر